ഡോറ ട്രസ്റ്റ് ആൻഡ് മൈക്രോ ഫിനാൻസ്, താറാവ് യോനാച്ചന്റെ വട്ടിപ്പണ കച്ചവടം. വിദേശ ക്രൈസ്തവ വിശ്വാസികളെ കബളിപ്പിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് താറാവ് യോനാച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച ബ്ലേഡ് കച്ചവട സ്ഥാപനത്തെക്കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെയുണ്ട്. ആ സ്ഥാപനമാണ് ഡോറ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഡോറ മൈക്രോ ഫിനാൻസ്. ഇത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. സാധുക്കളായ സ്ത്രീകൾക്ക് കോഴിയെയും ആടിനെയും പശുവിനെയും ഒക്കെ മേടിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള വുമൻ എംപവർമെന്റ് പദ്ധതി എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ സമാഹരിച്ചു കൊണ്ടുവന്ന പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. തുടക്കത്തിൽ ഇത്തരം ആവശ്യക്കാർക്ക് ഗ്രൂപ്പ് ലോണുകളായി നൽകിയിരുന്നു എങ്കിൽ ഇടുക്കി, വയനാട് പോലെയുള്ള മലയോര തോട്ടം തൊഴിലാളി മേഖലകളിൽ വട്ടിപ്പണക്കാർ പലിശയ്ക്ക് കൊടുക്കുന്നത് പോലെ ദിവസ ആഴ്ച പിരിവുകളായാണ് പണം നൽകുന്നത്. KP യോഹന്നാൻ ഉണ്ടായിരുന്നപ്പോൾ പാച്ചർമാരായി നടന്നവരെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് കുപ്പായ തൊഴിലാളികളാക്കി എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. KP പെടുമരണമടഞ്ഞതോടുകൂടി കള്ളപ്പണവരവ് നിലച്ചതോടെ ഇവരുടെ ശമ്പളം പോലും നിലവിൽ മുടങ്ങിക്കിടക്കുകയാണ്. പലരും പഴയ വാർക്കപ്പണിക്ക് പോയി തുടങ്ങി. കുപ്പായം ഉരുവാൻ മടിയായവർ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവർക്ക് ഇപ്പോൾ ശമ്പളത്തിന് പകരം നൽകുന്നത് ഒരു മാസത്തേക്ക് ചെലവിനുള്ള അരിയും സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഒരു കിറ്റ് സമീപത്തുള്ള ഡോറ മൈക്രോ ഫിനാൻസിന്റെ ചെലവിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ചുവന്ന നൈറ്റിയും പ്ലം കേക്കിന്റെ തൊപ്പിയും മാത്രമേ ഇപ്പോൾ കള്ളന്മാരുടെ ഗാങ്ങിൽപ്പെടാത്ത മെത്രാന്മാർക്കും പാതിരികൾക്കും ഉള്ളൂ. താറാവ് യോഹന്നാൻ ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ച് എന്നൊരു ചവയുണ്ടാക്കി തെങ്ങിന് തടമെടുക്കുവാൻ പോയന്മാരെ വരെ പിടിച്ച് കുപ്പായം എടുപ്പിച്ചതിന്റെ പ്രധാന രഹസ്യം ഇന്ത്യയിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ സ്വത്ത് BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നും പണി കിട്ടാതെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മറ്റ് ക്രൈസ്തവ തീവട്ടി സഭകളുടെ യൂണിയനിൽ ചേർന്നാൽ കച്ചവടം സേഫായി നടത്താമെന്നും അദ്ദേഹം കരുതി. 2, ഹൈന്ദവ രാഷ്ട്രമായ ഇന്ത്യയിൽ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ മുന്നണി പോരാളികളായ സുവിശേഷ പ്രവർത്തകർ എന്ന് പറഞ്ഞ് ഇവരെ കുടുംബത്തിനോടൊപ്പം നിർത്തി കുപ്പായം ഊരിപ്പിച്ച് ഒരു സുവിശേഷ പ്രവർത്തകന്റെ രീതിയിൽ ഒരു ബൈബിളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുപ്പിച്ച് അമേരിക്കയിലും കാനഡയിലുമുള്ള ക്രൈസ്തവ വിശ്വാസികളിൽ നിന്ന് ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിൽ പങ്കാളികളാകൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും $100-200 വീതം പ്രതിമാസം കളക്ട് ചെയ്യുമായിരുന്നു. ഇതിനായി കമ്മീഷൻ കൊടുത്ത് പ്രത്യേക ഏജൻസികളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സുവിശേഷ പ്രവർത്തകരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുത്ത് അവരിൽ നിന്നും ശമ്പളം കഴിഞ്ഞുള്ള പണം തിരികെ ക്യാഷായി മേടിക്കുമെന്ന് അവർ ഞങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കള്ളപ്പണം വെളുപ്പിക്കലിലെ കണ്ണുകൾ മാത്രമാണ് ഇവർ. അതുപോലെ പാവപ്പെട്ട മേഖലകളിലെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്ത് ഇതുപോലെ അമേരിക്കയിലുള്ള ഇവരുടെ വെബ്സൈറ്റുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമുക്കത് ആക്സസിബിൾ അല്ല. ഈ ദൃശ്യങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാട്ടി ഇവരെ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രതിമാസം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇവർ കളക്ട് ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ സ്പോൺസർമാർക്ക് എഴുതിയ കത്താണ്, കാർഡാണ് എന്നൊക്കെ പറഞ്ഞ് കൂലിക്ക് ആളെ തിരുവല്ലയിലിരുത്തി കത്തുകൾ തയ്യാറാക്കി സ്പോൺസർമാർക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടിയുമുണ്ട്. ഇങ്ങനെ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം വിറ്റും ഇല്ലായ്മ ചൂഷണം ചെയ്തും ഉണ്ടാക്കിയ സ്വത്തുക്കളൊന്നും അനുഭവിക്കുവാൻ യോഗമില്ലാതെ KP യോഹന്നാൻ എന്ന താറാവ് യോഹന്നാൻ പെടുമരണം പ്രാപിച്ചു. അല്ല, തട്ടിക്കളഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അരമന എന്ന പേരിൽ ഒരു മെനകെട്ട കേന്ദ്രം രാജ്ഭവന്റെ എതിർവശത്ത് ഒരു കെട്ടിടം വാങ്ങി അവിടെ പഴയൊരു കൈകൊട്ടിപ്പാട്ടുമായി നടന്ന IPC പാസ്റ്റർ ജോജു മാത്യുവിനെ വിഷപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ പ്ലം കേക്ക് തൊപ്പിക്കാരന്റെ പ്രധാന പണി KP യോഹന്നാന് വേണ്ടിയുള്ള വ്യവഹാരങ്ങൾ നടത്തുക, റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ നടത്തുക, രാഷ്ട്രീയക്കാരെ പോയി കാണുക, കൈമണി അടിക്കുക, അവർക്ക് വേണ്ട നക്കാപ്പിച്ച കൊടുക്കുക, ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി ലൈസനിങ് നടത്തുക. ഈ ചുവന്ന നൈറ്റിയും പ്ലം കേക്ക് തൊപ്പിയും ഒക്കെ വെച്ചു പോകുമ്പോൾ കോവിന്ദച്ചാമിക്ക് പോലും എവിടെയും ഒരു എൻട്രി കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്കും കിട്ടും. അതാണ് പരിപാടി. അതുപോലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലും ഈ വേഷം വിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ് ഇയാളുടെ പ്രധാന പരിപാടി. മൈക്രോ ഫിനാൻസ് കച്ചവടത്തിന് പെൺകുട്ടികളെ എടുത്തപ്പോൾ ഞരമ്പുകളായി അവരെ ചുറ്റിപ്പറ്റി നടന്ന ഷിജു എന്ന ആളാണത്രേ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കച്ചവടത്തിന്റെ മാനേജർ. അവനെയും പിടിച്ച് കുപ്പായം ഇടിപ്പിച്ചു. അതുപോലെ ജോജു പാച്ചറയും ഒരു മെത്രാന്റെ വേഷം കെട്ടിച്ച് പ്ലം കേക്ക് തൊപ്പിയും വെച്ച് കൊടുത്തത് കണ്ട് തലനെല്ലിച്ചിരിക്കുകയാണ് മൈക്രോ ഫിനാൻസിൽ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാർ. ഡോറ ഫിനാൻസിൽ ജോലി ചെയ്തിരുന്ന കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ ലീന എന്ന യുവതിയുടെ വാക്കുകൾ കേൾക്കുക. എല്ലാ ആണ്ടനും അടകമുണ്ടാണ്. ഇന്ന് പിറ്റേ ദിവസം കാണും. ഇന്ന് ഇത് സാധാരണ നടക്കുന്നതാണ്. പിറ്റേ ദിവസം കാണുമ്പോഴത്തേക്കും എത്രാനാന്ന് പറയുന്നതല്ലേ. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്നവന്മാരെല്ലാം പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഓരോരുത്തരും ഓരോരോ കഴിയുന്ന വീതം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളൊക്കെ ജോലിക്ക് കയറിയത്. പക്ഷെ അവരെന്തോ പേപ്പർ വർക്ക് ചെയ്യാൻ താമസിച്ചതാണ്. ഞങ്ങളൊന്നും ഹോസ്പിറ്റലിലല്ല, അത് ഇവരുടെ ഹെഡ് ഓഫീസ് പോലെ ആയിരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഡോറ മൈക്രോ ഫിനാൻസിലോട്ട് ഞങ്ങൾ മാറിയതേ. അവരുടെ തന്നെ അരമന പറയത്തില്ലേ, അതിന്റെ അവിടെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നതേ. ഞങ്ങള് 10-15-20 പിള്ളേരുണ്ടായിരുന്നു. എല്ലാരും പഠിത്തം കഴിഞ്ഞ MBA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കഴിഞ്ഞിട്ട് വരുന്ന സൂപ്പർ പിള്ളേരായിരുന്നു എല്ലാവരും. അപ്പം ഇവന്മാർക്കാണ് ഈ ലോട്ടറി അടിച്ച പോലെയായിരുന്നു ഈ ജോജച്ചനൊന്നും അന്ന് അത്രയൊരു ഇതായിട്ടുള്ള സമയമൊന്നും അല്ല. അയാൾക്ക് ഇന്ന് കാണുന്ന പോലെ ഒന്നും ഉള്ള രീതിയൊന്നും അന്ന് ഇല്ലായിരുന്നു. എന്താ സാധാ ഒരുത്തൻ ഇതിന്റെ മാത്രമേ ഉള്ളായിരുന്നു അയാൾക്ക് സൈൻ ചെയ്യാനൊക്കെ. അയാള് ഏതെങ്കിലും ഒരു ഇതിൽ പെടുത്തി കൊടുത്തതായിരുന്നു ഈ ഇതിന്റെ അധികാരി എന്നും പറഞ്ഞുകൊണ്ട്. ബാക്കി ഒന്നിലും അയാളില്ലായിരുന്നു. അയാള് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെ ഉള്ളായിരുന്നു. ഇന്നത്തെ പോലെ ഇത്ര സ്ഥാനങ്ങളൊന്നും അന്നില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിടെ ഇതിന്റെ ഇത് വന്നോണ്ടിരുന്ന ഈയൊക്കായിരുന്നു. ഒന്ന് വേറെ ഒന്നിനും അയാള് ഇതില്ലായിരുന്നു തോന്നുന്നു. ഈ മൈക്രോ ഫിനാൻസിന്റെ മാത്രം ഉള്ളായിരുന്നു അയാള്. ഞങ്ങള് കുറച്ച് പേരാണെങ്കിൽ അയാൾ നോക്കത്തോലും ഇല്ലായിരുന്നു എന്താ സൈൻ ചെയ്യാൻ കൊണ്ടുവരുന്നേന്ന് പോലുവേ. ചുമ്മാ ആ സമയം വർത്താനം പറയാലോ തീർത്തോണ്ടൊക്കെ ഇരുന്ന് അങ്ങനെയൊരു ടൈം വരുത്തലായിരുന്നു. എല്ലാവന്മാരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഈ പറയുന്ന എല്ലാവരും അങ്ങനെ തന്നെയൊക്കെയായിരുന്നു. മെത്രാനാകുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നതായതുകൊണ്ട് നമുക്കറിയാം ഏത് രീതിയിൽ നിന്നവന്മാരാ ഈ രീതിയിലോട്ട് മാറുമ്പോഴത്തേക്കേ എത്ര പെട്ടെന്ന് മെത്രാനും അതും ഇതും ഒക്കെ ആയി തീരുന്നേ. ഈ ജോജുവച്ചന്റെ കാര്യമൊക്കെ കേൾക്കുമ്പോ ചിരിയെ വരുന്ന. പുള്ളിയൊക്കെ നമുക്ക് അറിയാവുന്നല്ലേ, പൊട്ട് പിടിച്ച് നടന്നിട്ട് എളുപ്പവും അല്ലേ സ്ഥാനവും ഇതും ഒക്കെ കിട്ടുന്നത്. എത്ര പെട്ടെന്ന് അയാളൊക്കെ ഒരു പരുവാകുന്നത്. നമ്മള് അവിടെ വർക്ക് ചെയ്തോണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് ചിരി വരും. അയാൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. കാശൊക്കെ ഇഷ്ടം പോലെ ഒപ്പിച്ചു കാണും ഇവന്മാരെല്ലാം അവിടെ. അയാളെ തട്ടിയ വീതവും എല്ലാ രീതിയിലും കിട്ടി കാണും. അതിനകത്തുള്ള അച്ഛന്മാരെന്ന് പറയുന്നവന്മാരെല്ലാം കണക്കാ. ചേട്ടൻ പറയുന്ന സത്യം. നമുക്ക് നേരത്തെ ഇവര് സിജോയും പിന്നെ ഈ സിനി എന്ന് പറയുന്നവളും പിന്നെ വേറൊരു താടിക്കാരൻ ഒരു അപ്പൂപ്പനുണ്ട്, അയാള് ഇതിന്റെ എന്താ മെത്രാനോ അങ്ങനെ എന്തോ പോസ്റ്റിലാ. അയാളും പിന്നെ അങ്ങനെ 1-2 പേരേ ഉള്ളൂ ഇതിന്റെ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ എന്നാ ഒരു പോത്തെന്നും പറഞ്ഞോണ്ടില്ലേ, അവന്റെ മോളും ഉടങ്ങാണ്ട് വർക്ക് ചെയ്യുമോ അങ്ങനെ കണ്ടായിരുന്നു. അവരും നല്ല ഇവരെല്ലാം അവിടെ ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തിയത്. അവര് ചെറിയൊരു വലിയ മീനെ പിടിക്കാൻ ചെറിയൊരു ഇര ഇടുന്ന പോലത്തെ സംഭവം മാത്രമേ ഉള്ളൂ ഈ മൈക്രോ ഫിനാൻസും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം. അതൊന്നും അല്ല അവരാ പൈസ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. അതിൽ കൂടെ കിട്ടുന്ന പൈസ മേടിച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. കുറേയൊക്കെ നഷ്ടമായിരുന്നു. എല്ലായിടത്തും കൊടുത്ത് ഈ വേറെ സ്ഥലങ്ങളിലൊക്കെ കൊടുത്ത പൈസ ഒന്നും കിട്ടത്തു പോലും ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ ഈ നാട്ടില് കുറേ ഇടത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10-40 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അത്രയും ബ്രാഞ്ചിലും ഇവര് ഈ കൊടുത്ത പൈസ നാട്ടിലെ എല്ലാം പൈസ കിട്ടുമായിരുന്നു. പക്ഷെ വെളിയിലത്തെ ഒന്നും കിട്ടത്തൊന്നുമില്ലായിരുന്നു. ഇവര് വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നേ, അവിടുത്തെ ഒന്നും കിട്ടത്തൊന്നുമില്ല. അവർക്കൊന്നും അങ്ങനെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള ഒന്നും ഇല്ലല്ലോ. അതെല്ലാം ചുമ്മാ പിന്നെ കളയത്തേ ഉള്ളായിരുന്നു. പൈസ വെളുപ്പിക്കുന്ന ഇതിനകത്ത് നിൽക്കുന്നവൻ തന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുമായിരുന്നേ. ഡോറ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് ഇരയായവർക്ക് ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.